Good morning, dear children. Today we are going to start our 13th chapter, surface area and volume. First of all, surface area of combination of solids. ഇതിലെ first exercise surface area, second exercise volume, third one surface area. ഒരു ഷേപ്പ് വേറൊരു ഷേപ്പായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അത് നമ്മൾ വോളിയം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഈസ് സർഫസ് ഏരിയ. Here, surface area of combination of solids. Combination means ഒരു ഹെമിസ്ഫിയറിന്റെ മേളിൽ വേറൊരു കോൺ ഇരിക്കുക, രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻസ് എങ്ങനെയാ വരുന്നത് അത്. അപ്പം സർഫസ് ഏരിയ നമ്മൾ ചെയ്യുമ്പം എന്തൊക്കെ ഷേപ്സ് നമുക്ക് കാണാൻ പറ്റുമോ ആ ഷേപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, സർഫസ് ഏരിയ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? സർഫസ് ഏരിയ ചെയ്യുമ്പം എന്തൊക്കെ ഷേപ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ മാത്രമേ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടത്തുള്ളൂ. ഇപ്പൊ നമുക്കിതാ ഇങ്ങനൊരു സിലിണ്ടർ, ഇതാണ് സിലിണ്ടറിന്റെ ഷേപ്പ്, ഇതാണ് സിലിണ്ടർ. ഈ സിലിണ്ടറിന്റെ ഇത്രയും ഭാഗം കട്ട് ഔട്ട് ചെയ്ത് മാറ്റിയിരിക്കുക. കട്ട് ഔട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞതാ ഇങ്ങനെ കട്ട് ഔട്ട് ചെയ്ത് മാറ്റുന്നു. കട്ട് ഔട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ നമുക്കിതിന്റെ സർഫസ് ഏരിയ കാണണമെങ്കിൽ നമ്മൾ ഈ കർവ്ഡ് സർഫസ് ഏരിയ കാണണം, ഈ താഴത്തെ പോർഷൻ കാണണം, പിന്നെ എന്ത് പോർഷൻ കാണണം, നമുക്ക് ഇതെന്താണോ ഇതിന്റെ സർഫസ് ഏരിയ എന്താണോ അതും കാണണം. സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഇപ്പൊ നമുക്കൊരു ഇങ്ങനെ ഒരു ഷേപ്പ് ഉള്ള ഒരു സാധനം നമുക്ക് പെയിന്റ് ചെയ്യാൻ തരുക. അപ്പൊ നമുക്ക് ആ പെയിന്റ് ചെയ്യുമ്പോൾ ഈ താഴത്തെ പോർഷൻ പെയിന്റ് ചെയ്യും, ഈ സർഫസ് എല്ലാം പെയിന്റ് ചെയ്യും, ഈ ഭാഗവും നമ്മൾ പെയിന്റ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഈ ഭാഗത്തിന്റെ ഏരിയയും കൂടെ വേണം. എന്തൊക്കെ ഷേപ്സ് നമുക്ക് കാണാൻ പറ്റുന്നോ ആ ഷേപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സർഫസ് ഏരിയ ഓഫ് കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? Then we can start exercise 13.1. ഓക്കെ, ഇതെല്ലാം നമ്മൾ സർഫസ് ഏരിയയുടെ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷൻസാ. Surface area of a cube is equal to 6a square. Curved surface area of a cylinder is equal to 2 pi rh. TSA of cylinder is equal to TSA means total surface area of a cylinder is equal to 2 pi rh plus 2 pi r square. That is 2 pi r into h plus r. Then CSA of cone pi rl. L is the slant height. TSA of cone pi rl plus pi r square. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇക്വേഷൻസാ. CSA of hemisphere 2 pi r square, TSA of hemisphere 3 pi r square, surface area of the sphere is equal to 4 pi r square. Equations എല്ലാം നിങ്ങൾ ആദ്യം എഴുതിയിട്ട് വേണം നമുക്ക് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. Okay, then we can start exercise 13.1. Exercise 13.1, first question. Two cubes each of volume 64 centimeter cube are joined end to end. രണ്ട് ക്യൂബ്സ് ഈച്ച് ഓഫ് വോളിയം 64 സെന്റിമീറ്റർ ക്യൂബ്. നമ്മളിപ്പോ സർഫസ് ഏരിയയുടെ മാത്രമേ ഇക്വേഷൻസ് എഴുതിയുള്ളൂ. വോളിയം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ്. ദാറ്റ് ഈസ് ടു ക്യൂബ്സ് ഈച്ച് ഓഫ് വോളിയം 64 സെന്റിമീറ്റർ ക്യൂബ് ആർ ജോയിൻഡ് എൻഡ് ടു എൻഡ്. അതായത് ഇങ്ങനെ അടുപ്പിച്ച് ചേർത്ത് വെച്ചു. ഒന്നുകിൽ ഇങ്ങനെ ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരെണ്ണത്തിന്റെ മേളില് ഇങ്ങനെ വെക്കാം. മനസ്സിലായോ? അതായത് ഒരെണ്ണത്തിനോട് ചേർത്ത് മറ്റൊരെണ്ണം വെച്ചു. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ സൈഡ് കണ്ടുപിടിക്കണം. അപ്പം വോളിയം ഇസ് ഈക്വൽ ടു എ ക്യൂബ്. എ ക്യൂബ് ഇസ് ഈക്വൽ ടു 64. ദെൻ എ ഇസ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് 64. എങ്ങനെയായിരുന്നു കാണുന്നത്? 64നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. എന്നിട്ട് 3 എണ്ണമുള്ള ഗ്രൂപ്പ് ആക്കണം. ഇങ്ങനെയാണ് ക്യൂബ് റൂട്ട് കാണുന്നത്. ദാറ്റ് ഈസ് 2 into 2 is 4. A is equal to 4. അപ്പം നമ്മൾ സൈഡ് ഓഫ് ദ ക്യൂബ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു ക്യൂബിന്റെ അടുത്ത് വേറൊരു ക്യൂബ് വെക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെയാണ് വെച്ചതെങ്കിൽ ഇതിന്റെ അടുത്തോട്ട് ചേർത്ത് ഇത് വെച്ചിട്ട് ഇപ്പൊ ഇത് ലെങ്ത് അങ്ങോട്ടുള്ളത് ബ്രെഡ്ത്ത്, മേളിലോട്ടുള്ളത് ഹൈറ്റ്. ഇത് ഇങ്ങനെയായിരുന്നു ചേർത്ത് വെച്ചതെങ്കിൽ ഹൈറ്റ് എന്താകും? ഇതാകും. ഹൈറ്റ് എന്ന് പറയുന്നത് 8 ആകും. ഇത് ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ലെങ്ത് ഇസ് ഈക്വൽ ടു 8,
ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ബ്രെഡ്ത്തിനും ഹൈറ്റിനും ചേഞ്ച് ഒന്നും വരത്തില്ല. ഒരെണ്ണത്തിന്റെ മേളിലോട്ടാണ് വേറൊരെണ്ണം വെക്കുന്നതെങ്കിൽ ഹൈറ്റ് 8 ആകും, ബാക്കി ലെങ്തും ബ്രെഡ്ത്തും ഒന്നും ചേഞ്ച് ആകത്തില്ല. ബ്രെഡ്ത്തിന്റെ സൈഡിലോട്ട് ചേർത്താണ് വെക്കുന്നതെങ്കിൽ അതിന് ലെങ്തിനും ഹൈറ്റിനും ചേഞ്ച് ഒന്നും വരത്തില്ല, ബ്രെഡ്ത്ത് എന്താകും 8 ആകും. മനസ്സിലായോ? ഇതിലേതെങ്കിലും ഒരെണ്ണം 8 ആകും, ബാക്കി രണ്ട് മെഷർമെന്റ്സും ചേഞ്ച് ഒന്നും വരത്തില്ല. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത്, ബ്രെഡ്ത്ത് ഹൈറ്റ് എടുത്താലും മതി 8. അപ്പൊ നമുക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു 4 + 4 is 8, ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു 4 ആൻഡ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു 4. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് കഴിഞ്ഞ വർഷം ഇക്വേഷൻ പഠിച്ചതാ. 2 into LH plus BH plus LB, that is 2 into L into H, that is 8 into 4 plus B into H, 4 into 4 plus L into B, 8 into 4, that is 2 into 32 plus 16 plus 32, that is 160 centimeter square. Okay. Second question. A vessel is in the form of a hollow hemisphere mounted by a hollow cylinder. നമുക്ക് എങ്ങനെയാണോ ഇതിനകത്ത് തന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ ഫിഗർ അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫിഗർ വരയ്ക്കുക. എ വെസൽ ഈസ് ഇൻ ദ ഫോം ഓഫ് എ ഹോളോ ഹെമിസ്ഫിയർ. ഹോളോ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഹെമിസ്ഫിയറിനകത്തൊന്നുമില്ല, പുറത്ത് പാത്രം. ഹെമിസ്ഫിയർ മൗണ്ടഡ് ബൈ എ ഹോളോ സിലിണ്ടർ. ഒരു ഹെമിസ്ഫിയർ അതിന്റെ മുകളിൽ ഒരു സിലിണ്ടർ. മനസ്സിലായോ? ഒരു ഹെമിസ്ഫിയറിന്റെ മുകളില് ഒരു സിലിണ്ടർ, ഒരു വട്ടത്തിലുള്ള ഒരു പാത്രത്തിന്റെ മുകളിലോട്ടൊരു സിലിണ്ടർ പോലെ ഒരു സാധനം ഇരിക്കുന്നു, അതാണ് ഈ വെസൽ. മനസ്സിലായോ? ഇത് ഹെമിസ്ഫിയറിന്റെ മുകളിലോട്ടൊരു സിലിണ്ടർ. നിങ്ങൾ വരയ്ക്കുന്നുണ്ട് വട്ടത്തിലൊക്കെ വരും. ഞാനിപ്പം വരച്ചപ്പം വട്ടമൊന്നും വന്നില്ല, എന്നാലും ഹെമിസ്ഫിയർ ഷേപ്പിൽ വരണം. ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ സർഫസ് ഏരിയ കാണണമെങ്കിൽ ഇത് curved surface area of hemisphere plus curved surface area of cylinder. Curved surface area of hemisphere കാണാനായിട്ട് നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. 14/2 is equal to 7 centimeter. അപ്പം റേഡിയസ് ഇത് 7 centimeter. ഇങ്ങോട്ട് എത്ര ആണോ അത്രയും തന്നെയാണ് ഇങ്ങോട്ട് താഴോട്ട്. അപ്പൊ ഇവിടെ 7 ആണെങ്കിൽ താഴോട്ടും 7, ഇവിടെ 3 ആണെങ്കിൽ താഴോട്ടും 3. മനസ്സിലായോ? അപ്പൊ ഇത് 7 centimeter. Total height of the vessel is 13 centimeter. ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 13 സെന്റിമീറ്റർ. അപ്പൊ 7 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത് ഈ 7 ഇവിടുന്ന് 7 സെന്റിമീറ്റർ വരെ എന്തുണ്ട്? ഹെമിസ്ഫിയർ ഉണ്ട്. അതിന്റെ മേലോട്ടുള്ള പോർഷൻ എന്താണ്? സിലിണ്ടർ. അപ്പൊ സിലിണ്ടറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 13 - 7 is equal to 6. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ വെസൽ is equal to CSA of hemisphere plus CSA of cylinder. That is 2πr² plus 2πrx. നമ്മള് 2πr ഇങ്ങനെ കോമൺ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വന്നപ്പം 572 സെന്റിമീറ്റർ സ്ക്വയർ. നിങ്ങൾ തന്നെ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, ഞാനിപ്പോ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? Third question. A toy is in the form of a cone of radius 3.5 centimeter mounted on a hemisphere. ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു കോൺ. മനസ്സിലായി? നമ്മൾ പമ്പരമൊക്കെ കറക്കുന്ന പോലത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ടോയ്. അപ്പം ഒരു ഹെമിസ്ഫിയർ, അതിന്റെ മുകളിലൊരു കോൺ. മൗണ്ടഡ് ഓൺ എ ഹെമിസ്ഫിയർ ഓഫ് സെയിം റേഡിയസ്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടോയ് ഈസ് 15.5 centimeter. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടോയ് ഈസ് 15.5 centimeter ആൻഡ് റേഡിയസ് ഈസ് 3.5. അപ്പൊ റേഡിയസ് 3.5, അപ്പൊ ഇവിടെ 3.5 വരും. Then height of the cone is equal to 15.5 minus 3.5 is equal to 12 centimeter and radius is equal to 3.5 centimeter. And we have to find the total surface area. സർഫസ് ഏരിയ കാണണമെങ്കിൽ കോൺ വന്നിട്ടുണ്ട്. കോണിന്റെ സർഫസ് ഏരിയ πrl. അപ്പം L കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് L ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ. സ്ലാന്റ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ √r² + x². നമ്മൾ നോക്കണം നമുക്ക് എന്താ തന്നിട്ടുള്ളത്, എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇവിടെ L ഇല്ല. Lന് പകരം h എടുത്ത് എഴുതരുത്. πrl ആണ്. We have to find L by using r and h. That is L is equal to √r² + x². നമുക്ക് ചെയ്ത് വരുമ്പം
156.25 സ്ക്വയർ റൂട്ട് ഓഫ് 156.25 എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? 156.25 നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഗ്രൂപ്പ് ചെയ്യണം. ഒന്നിന് താഴെയുള്ള സ്ക്വയർ നമ്പർ ദാറ്റ് ഈസ് 156. പിന്നെ ഇവിടുത്തെ ഡബിള് ഇവിടെ എഴുതും 2. ഇനി ഇവിടെ എന്ത് നമ്പർ എഴുതുന്നോ സെയിം നമ്പർ തന്നെ ഇവിടെ എഴുതും. ദാറ്റ് ഈസ് ഇവിടെ ഇപ്പം 1 എഴുതിയാൽ 21 into 1 ചെയ്ത് നോക്കണം. ഇവിടെ 2 എഴുതിയാൽ 22 into 2 ചെയ്ത് നോക്കണം. ഇവിടെ 3 എഴുതിയാൽ 23 into 3 ചെയ്യണം. 23 into 3 ചെയ്യുമ്പോഴത്തേക്ക് 69 വരും. അതുകൊണ്ട് ഇവിടെ 2 എഴുതുക. അപ്പൊ ഇവിടെ 2 എഴുതുക, എന്നിട്ട് 22 into 2 ചെയ്യുക, ദാറ്റ് ഈസ് 44. മൈനസ് ചെയ്യുമ്പം 12, 25 ഒരുപോലെ ഗ്രൂപ്പിലെ മുഴുവൻ നമ്പേഴ്സും താഴോട്ടിറക്കി എഴുതുക. ഇവിടെ പോയിന്റ് ആണ്, അപ്പം പുട്ട് ദ പോയിന്റ് ഹിയർ. ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അതിന്റെ ഡബിൾ 12 എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 24. ഇനി ഇവിടെ എന്ത് നമ്പർ എഴുതുന്നോ അത് തന്നെ ഇവിടെ എഴുതണം. ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. അപ്പം 5 245 into 5. ഇവിടെ 5 1 2 2 5 0. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മള് ഡെസിമൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് L ഈസ് 12.5. നിങ്ങൾ ഇത് പഠിച്ചതാണ്, 80 പഠിച്ചതാണ്. 91 ഹെറോൺസ് ഫോർമുല വന്നപ്പോ ഞാൻ പറഞ്ഞു തന്നതാണ്. എന്നാലും ഇപ്പം മറന്നു കാണും, അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറഞ്ഞത് കേട്ടോ. Then total surface area is equal to CSA of cone plus CSA of hemisphere. ഡയറക്റ്റ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക. CSA of cone is pi r l plus CSA of hemisphere 2 pi r square pi r into L plus 2r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 214.5 centimeter square. ക്ലിയർ ആയോ? Question number 4. A cubical block of side 7 centimeter is surmounted by a hemisphere. ക്യൂബിക്കൽ ബ്ലോക്ക്, ഇതൊരു ക്യൂബിക്കൽ ബ്ലോക്ക് ആണ്. അതിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ. ഞാനിപ്പോ ഒരു അടപ്പാ വെച്ചിരിക്കുന്നത്. സ്കൂളിലായിരുന്നെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ കാണിക്കാമായിരുന്നു. ഇതിപ്പം കറക്റ്റ് ആയിട്ട് ഇരിക്കത്തക്കവണ്ണം ഉള്ള ഒരു അടപ്പ് ഞാൻ വെച്ചിരിക്കുക ഇതിന്റെ മുകളിൽ. ഓക്കെ, അപ്പം ഇതിന്റെ ഈ ഹെമിസ്ഫിയർ ക്യൂബിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ surmounted on by a hemisphere. What is the greatest diameter of the hemisphere? ഇതിന്റെ സൈഡ് 7 centimeter ആണ് തന്നിട്ടുണ്ട്. ഈ ഹെമിസ്ഫിയറിന് വരാവുന്ന ഏറ്റവും മാക്സിമം ഡയമീറ്റർ എത്ര ആയിരിക്കും? ഡയമീറ്റർ എന്തായാലും ഇങ്ങനല്ലേ വരത്തുള്ളൂ, അല്ലയോ? അല്ലെങ്കിൽ ഇങ്ങനല്ലേ വരത്തുള്ളൂ ഡയമീറ്റർ. അതെന്ന് പറയുന്നത് എത്ര മാക്സിമം വരാവുന്നത്? ഇതിന്റെ കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ ഇരിക്കുവാണ്. അപ്പൊ ഇതിന് മാക്സിമം വരാവുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? 7 centimeter. മനസ്സിലായോ? ഇതിന്റെ സൈഡ് എത്രയാണോ അതേ അതിന്റെ ഡയമീറ്റർ ആയിട്ട് വരത്തുള്ളൂ. ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 7 centimeter. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്. ഇങ്ങനെയുള്ള ഒരു സോളിഡിന്റെ സർഫസ് ഏരിയ കാണണം. ശ്രദ്ധിച്ചോണം, ഇതിന്റെ ഒരു മെത്തേഡ് ശ്രദ്ധിച്ചോണം. ഇതിന്റെ സർഫസ് ഏരിയ കാണണമെങ്കിൽ ഫുള്ളായിട്ട് ഈ ക്യൂബിന്റെ സർഫസ് ഏരിയ കാണണം. ക്യൂബിന്റെ സർഫസ് ഏരിയ കാണുമ്പം ഈ പോർഷനും ഒക്കെ വരും, ഈ പോർഷൻ. പക്ഷെ നമുക്ക് ഇത്രയും പോർഷൻ വേണ്ട, ഈ സർക്കിളിന്റെ അത്രയും പോർഷൻ നമുക്ക് വേണ്ട. കാരണം ഇത് ഹോളോയാ, അതിനകത്തോട്ടൊന്നും ഇല്ല. അപ്പൊ ഇത്രയും പോർഷൻ നമുക്ക് വേണ്ട. ഇത്രയും പോർഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒക്കെ നമുക്ക് വേണം. അപ്പൊ നമ്മള് ഫുള്ളായിട്ട് ഇതിന്റെ സർഫസ് ഏരിയ കാണുക. 6a² എടുത്തിട്ട് അതിൽ നീ വട്ടത്തിലുള്ള ഈ സർക്കിളിന്റെ പോർഷന്റെ ഏരിയ അങ്ങ് മൈനസ് ചെയ്യുക. അപ്പം ശ്രദ്ധിച്ചോണം, ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു, അത് ചെയ്യുന്ന മെത്തേഡ് നല്ലതായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെ ക്യൂബിന്റെ മുകളിൽ ഹെമിസ്ഫിയർ ഇരിക്കുമ്പം അല്ലെങ്കിൽ ക്യൂബിന്റെ മുകളിൽ നിന്ന് ഹെമിസ്ഫിയർ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് തന്നെ. ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു ക്യൂബിന്റെ ഏരിയ എന്ന് പറയുന്നത് 6a². അതിൽ നിന്ന് ഈ നടുക്കത്തെ പോർഷൻ, അതായത് ഈ പോർഷൻ, ഇത്രയും പോർഷനകത്തിലെ എന്ത് മാറ്റണം? ഈ ഏരിയ മാറ്റണം. ദാറ്റ് ഈസ് -πr². അപ്പം ഇതിന്റെ ഈ താഴത്തെ പോർഷന്റെ ഏരിയ മാറ്റി അതിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം? ഈ ഹെമിസ്ഫിയറിന്റെ ഏരിയയും കൂടെ ആഡ് ചെയ്യണം. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് -πr² പ്ലസ് പിന്നെന്തുവാ? ഹെമിസ്ഫിയറിന്റെ ഏരിയ.
plus 2πr square. മനസ്സിലായോ? is equal to 6a square minus πr square plus 2πr square വരുമ്പോൾ എത്ര വരും? plus πr square. ഇവിടെ 1πr square, ഇവിടെ 2πr square, രണ്ടും കൂടെ വരുന്നുണ്ട് πr square. is equal to 6 into a square 7 square plus 22 by 7 into radius is 7 by 2. 7 by 2 into 7 by 2. 6 into 49 plus 77 by 2. മനസ്സിലായോ? അത് ഇതേപോലെ ഇതിന്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ ഇരിക്കുന്നത് പോലെ തന്നെയാണ് ഇതിന്റെ താഴത്തെ ഒരു പോർഷൻ ഹെമിസ്ഫെറിക്കൽ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പൊ ഇതിന്റെ ഇവിടുന്ന് ഒരു ഹെമിസ്ഫെറിക്കൽ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗത്തൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് 6a square മൈനസ് ഈ πr square പ്ലസ് 2πr square. അതായത് നമുക്ക് ഈ അകത്തെ പോർഷൻ കാണാം, അകത്തെ ആ ഷേപ്പ് കാണാം. കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അത് മൈനസ് ചെയ്യരുത്. മൈനസ് ചെയ്യേണ്ടത് വോളിയം കാണുന്ന സമയത്താണ്. ഇപ്പൊ ഇതിന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ഇങ്ങനെ ഹെമിസ്ഫെറിക്കൽ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സോളിഡ് ഷേപ്പ് നിങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ തരുക. നിങ്ങൾ എന്തെല്ലാം പോർഷൻ പെയിന്റ് ചെയ്യും? ഈ കാണുന്ന പോർഷൻ എല്ലാം പെയിന്റ് ചെയ്യും. അപ്പൊ ഈ ഹെമിസ്ഫെറിക്കൽ പോർഷനും പെയിന്റ് ചെയ്യത്തില്ലയോ? ആ പെയിന്റ് ചെയ്യുന്ന കേസാണ് ഈ സർഫസ് ഏരിയ കാണുമ്പോൾ നമുക്ക് എന്തെല്ലാം ഷേപ്പ് കാണാൻ പറ്റുന്നോ ആ ഷേപ്പ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സർഫസ് ഏരിയ കിട്ടുന്നത്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെയാണ്. ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 ഹെമിസ്ഫെറിക്കൽ ഡിപ്രഷൻ ഇസ് കട്ട് ഔട്ട്. ഇതിന്ന് കട്ട് ഔട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുപോലെ തന്നെയാ ചെയ്യണം അത് കേട്ടോ, ഹോംവർക്ക്. 5th ക്വസ്റ്റ്യൻ. ഓക്കെ, then 6th one. Question number 6. A medicine capsule is in the shape of a cylinder with 2 hemispheres stuck to each of its ends. The length of the entire capsule is 14 millimeter and the diameter of the capsule is 5 millimeter. The capsule നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലയോ? അതായത് ഇതിന്റെ ഷേപ്പ് തന്നിരിക്കുന്ന രണ്ട് എൻഡും ഹെമിസ്ഫിയറും മിഡിലില് സിലിണ്ടറിക്കൽ ഷേപ്പും. മനസ്സിലായോ? രണ്ട് എൻഡും ഹെമിസ്ഫിയറും മിഡിൽ എന്ത് ഷേപ്പാ? സിലിണ്ടറിക്കൽ ഷേപ്പ്. അപ്പൊ സിലിണ്ടറിക്കൽ ഷേപ്പ് വന്നിരിക്കുന്നത് ഈ സിലിണ്ടറിക്കൽ പോർഷന്റെ മാത്രം ഹൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് CSA ഓഫ് സിലിണ്ടർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സിലിണ്ടറിക്കൽ പോർഷന്റെ മാത്രം ഹൈറ്റ് കാണും. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ക്യാപ്സൂൾ ഈസ് 14 millimeter. എല്ലാം മില്ലിമീറ്ററിലാണ് തന്നിരിക്കുന്ന മെഷർമെന്റ്. ക്യാപ്സൂളൊക്കെ 14 സെന്റിമീറ്റർ ഒന്നുമല്ല, 14 millimeter അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം total length of the capsule is 14 millimeter. ഇതിലെ radius of the hemisphere is 2.5. അതായത് diameter of the hemisphere is 5 centimeter തന്നിട്ടുണ്ട്. Then radius is 2.5. 5 by 2 is equal to 2.5. അപ്പം ഈ ഹെമിസ്ഫിയറിന്റെ ലെങ്ത് റേഡിയസ് 2.5, ഇവിടെയും റേഡിയസ് 2.5. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ക്യാപ്സൂൾ ഈസ് 14 millimeter. അപ്പം ഈ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ 14 മൈനസ് ഇവിടുന്ന് ഒരു 2.5, ഇവിടുന്ന് ഒരു 2.5, ടോട്ടൽ എത്ര മൈനസ് ചെയ്യണം? 5 മൈനസ് ചെയ്യണം. അപ്പൊ 14 മൈനസ് 5 is equal to 9 millimeter. ഓക്കെ, തന്നിരിക്കുന്നതിലെ ഹൈറ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ നമുക്കൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഇച്ചിരി ചെയ്യേണ്ട. ബാക്കി നമുക്ക് എന്തൊക്കെ ഷേപ്പ് കാണുന്നോ അതെല്ലാം അങ്ങ് ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് 2 ഹെമിസ്ഫിയർ. CSA of cylinder is 2πRh plus CSA of 2 hemisphere is 2 into 2πr square. It is 2 into 2πr common എടുത്തു കഴിഞ്ഞപ്പം ബാക്കി എന്തുണ്ട്? ഇവിടെ h ഉണ്ട്, ബാക്കി ഇവിടെ 2r. That is 2 into 22 by 7 into 2.5 into
h is 9, 2r is 2 into 2.5 is 5. Okay, that is നമുക്ക് ചെയ്ത് വന്നപ്പം 220 millimeter square. Clear ആയോ? Next is question number 7. A tent is in the shape of a cylinder surmounted by a conical top. If the height of the diameter of the cylindrical part is 2.1 meter and 4 meter, the height and diameter of the cylindrical part. ഇതിനകത്തില് നമ്മൾ സർക്കസിന്റെ ടെന്റ് കണ്ടിട്ടുണ്ടോ? താഴെ സിലിണ്ടറിക്കൽ പോർഷനും മേളിൽ ഇങ്ങനെ കോണിക്കൽ ഷേപ്പോ അല്ലെ? നമ്മളൊക്കെ ഇരിക്കുന്ന പോർഷൻ സിലിണ്ടറിക്കൽ പോർഷൻ ആണ്. പിന്നെ മേളിൽ ഒരു കോണിക്കൽ ടോപ്പ് ഉണ്ട്. സിലിണ്ടറിക്കൽ പോർഷൻ വിത്ത് കോണിക്കൽ ടോപ്പ്, അതാണ് സർക്കസിന്റെ ഒക്കെ ടെന്റ് പോലാണിത്. അങ്ങനെ നമുക്ക് എല്ലാ മെഷർമെന്റ്സും തന്നിട്ടുണ്ട്. Length is slant height is equal to 2.8, height is equal to 2.1, diameter 4, then radius is equal to 2. Then total surface area is equal to CSA of cylinder plus CSA of cone. ഞാൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ഹോംവർക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ ക്യാൻവാസ്, ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് ഓഫ് ദ ടെന്റ് അറ്റ് ദ റേറ്റ് ഓഫ് ₹500 per meter square. എത്രയാണോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അതിനെ 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കിട്ടും. ഓക്കെ. Then question number 8. From a solid cylinder whose height is 2.4 cm and diameter 1.4 cm, a conical cavity of same height and same diameter is hollowed out. അതായത് ഒരു സിലിണ്ടറിന്റെ അകത്തുനിന്ന് ഒരു കോൺ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പൊ നമുക്ക് ബാക്കിയുള്ള സോളിഡിന്റെ ഷേപ്പ് ഇതാ വരുന്നത്. ഒരു സിലിണ്ടറിന്റെ അകത്തുനിന്ന് ഇങ്ങനെ അകത്തുനിന്നൊരു കോൺ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുപോലെ ഇതിനകത്തുനിന്ന് ഇപ്പൊ അകത്തോട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ അകത്തോട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഹോളോഡ് ഔട്ട്, അതായത് ഇത് കട്ട് ചെയ്ത് മാറ്റുവാണെങ്കിൽ അകത്തെ പോർഷനും എല്ലാം നമ്മൾ പെയിന്റ് ചെയ്തിട്ടില്ലേ, അതുപോലെ ഇതൊരു സിലിണ്ടറിന്റെ അകത്തുനിന്ന് ഇത്രയും പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഈ ഒരു പോർഷൻ നിങ്ങളുടെ കയ്യിൽ തന്നാൽ ഇത് പെയിന്റ് ചെയ്യണം. നിങ്ങൾ എന്തെല്ലാം പോർഷൻ പെയിന്റ് ചെയ്യും? ഈ ചുറ്റുമുള്ള കർവ് സർഫസ് ഏരിയ പെയിന്റ് ചെയ്യും, പിന്നെ താഴത്തെ പോർഷൻ പെയിന്റ് ചെയ്യും, പിന്നോ നിങ്ങൾ കോണിക്കൽ ഷേപ്പും പെയിന്റ് ചെയ്യും. ഈ അകത്തോട്ടുള്ള പോർഷനും നിങ്ങൾ പെയിന്റ് ചെയ്ത് വൃത്തിയാക്കി വെക്കും, അല്ലയോ? അതുപോലെ അപ്പം നമുക്ക് എന്തെല്ലാം ഷേപ്സ് കാണാൻ പറ്റുന്നോ അതെല്ലാം നമ്മൾ ആഡ് ചെയ്യണം. ടോട്ടൽ സർഫസ് ഏരിയ കാണുമ്പോൾ എല്ലാ മെഷർമെന്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. എൽ തന്നിട്ടില്ല, എൽ കണ്ടുപിടിക്കണം. √(h²+r² വെച്ചിട്ട് എൽ കാണണം. ഓക്കെ. CSA of solid is equal to CSA of cylinder plus CSA of cone plus base area. Base area വരുമ്പം πr², CSA of cone വരുമ്പം πrl, CSA of cylinder വരുമ്പം 2πrh. ഓക്കെ. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. 9th question. A wooden article was made by scooping out a hemisphere from each end of a solid. നിങ്ങൾക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു സിലിണ്ടറിന്റെ അകത്തുനിന്ന് 2 പോർഷനിൽ നിന്നും ഓരോ ഹെമിസ്ഫിയേഴ്സ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പൊ സിലിണ്ടറിന്റെ കർവ്ഡ് സർഫസ് ഉണ്ട്, മേളിലത്തെ ഹെമിസ്ഫിയർ ഉണ്ട്, താഴത്തെ ഹെമിസ്ഫിയർ ഉണ്ട്. അപ്പം ടോട്ടൽ സർഫസ് ഏരിയ കാണുമ്പോൾ എന്ത് വരും? CSA of cylinder plus CSA of 2 hemisphere. That is CSA of cylinder is 2πrh, CSA of 2 hemisphere is 2 into 2πr². ക്ലിയർ ആയോ? ഇനി ചെയ്യാൻ പറ്റാൻ നിങ്ങളെ ഹോംവർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആയോ? താങ്ക് യു.